എൻജെയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ആക്ഷൻ കിങ് അർജുന്റെ മുത്തൽവൻ മൂവിയിലെ നെക്സ്റ്റ് സോങ് ആണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ആ ഒരു സീന്റെ എൻഡിൽ തന്നെ ആ ഒരു മ്യൂസിക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സോങ്ങിലോട്ടുള്ള ഒരു സംഭവം സീൻ, പ്രത്യേകിച്ച് ആ ഒരു ലവ് പറയുന്നതും അതിന്റെ കൂടെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അല്ലെ മൗനം വിദ്വാനഭൂഷണം എന്ന് പറയുന്നത്. ഇത് എ.ആർ. റഹ്മാൻ സാറിന്റെ മ്യൂസിക്കലാണ്. പക്ഷെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സിലായത് പാടിയിരിക്കുന്നത് SPB സർ, ഹർണി മാം, അതിന്റെ കൂടെ ജി പ്രകാശ് കുമാർ എന്ന് പറഞ്ഞൊരു പേരും കൂടി ഉണ്ട്. എന്റെ അറിവില് ജി പ്രകാശിന് ആ സമയത്ത് അധികം പ്രായം ഉണ്ടാവില്ല. നമുക്ക് അറിയുന്ന ജി പ്രകാശ് കുമാറും അത് തന്നെയാണ്. അതായത് ഇപ്പോഴുള്ള നമ്മളെ മ്യൂസിക് ഡയറക്ടർ ജി പ്രകാശ് കുമാറും, പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജി പ്രകാശും എ.ആർ. റഹ്മാൻ സാറായിട്ട് എന്തോ ബന്ധമുള്ളവരുണ്ട്. നമുക്ക് എന്തായാലും സോങ്ങിലേക്ക് പോവാം. നമ്മള് എന്താണ് എവിടേക്കോ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, ഇതിന്റെ വിഷ്വൽ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. പാട്ടിന്റെ പേര് അഴകാന രാക്ഷസി എന്നാണ്. വൈരമുത്തു എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. നമ്മള് കൊറേ കേട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ. റെഡി അല്ലേ? സോങ്ങിനായിട്ട് നന്നായിട്ട് ആർട്ട് വർക്ക് ഉണ്ടാവും. அழகான ராட்சசியே அடி நெஞ்சில் குதிக்கிறியே, முட்டாசு வார்த்தையிலே பட்டாசு வெடிக்கிறியே, அடி மனசாருவாமணையில் அறுக்கிறியே. அழகான ராட்சசியே அடி நெஞ்சில் குதிக்கிறியே, அடி மனசாருவாமணையில் அறுக்கிறியே. வெளியே போட்டு நீ உள்ள காக்கிற கடல காடு நீ ஆமா, உயிரை முறிச்சு நீ கையில திரிக்கிற சுகம் சுகமா. கிளியே ஆனங்கிளியே உயிரே ஏலங்குயிலே, அழகான ராட்சசியே அடி நெஞ்சில் குதிக்கிறியே, அடி மனசாருவாமணையில் அறுக்கிறியே. துண்டு செஞ்சு கண்ணில் கொண்டவளு, ஓஹோ சந்திரன கள்ளுக்குள்ள ஊற வச்ச பெண்ணிவளு, ராத்திரிய தட்டி தட்டி கெட்டி செஞ்சு மையிடவு, இனிய கண்ணத்துல ஒட்ட வச்சு கைதட்டவு. ராட்சசியே அடி நெஞ்சில் குதிக்கிறியே, முட்டாசு வார்த்தையிலே பட்டாசு வெடிக்கிறியே, அடி மனசாருவாமணையில் அறுக்கிறியே.
ஒன்னு சொன்னா தலைகீழாக்கி போட முடியுமா நான் நடக்கும் நிழலுக்குள் நீ வசிக்க சமரமா நீராக நான் இருந்தா போ நெத்தியில நான் இறங்கி கூறான உன் நெஞ்சில் குதிச்சு எங்க குடியிருப்பேன் ஆனா வீணா போனே அடி மனசாலும் அறுக்கிறியே அருகும் புல்லுக்கு அறுக்க தெரியுமா குழந்தை குமரினா ஆமா ஆயிரம் மீனுதா கொக்க முழுங்குமா அடிக்குமா வெளிய பூத்து நீ உள்ள காய்க்கிற கடல காடு நீ ஆமா உயிரை உரிச்சு நீ கயிறு திரிக்கிற சுகம் சுகமா അതായത് ഈ സോങ്ങിന് എന്താ പറയേണ്ടത് സോങ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാടിയിരിക്കുന്ന പ്രത്യേകിച്ച് SPB സാറിന്റെ വോയിസ് എന്താ പറയുക ഒരു ഗന്ധർവ എഫക്റ്റ് അല്ലേ പ്രത്യേകിച്ച് ആ ഒരു കിളിയേ സാധനമില്ലേ കിളിയേ ആ സാധനമില്ലേ അത് കേൾക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ പെട്ടെന്ന് അവിടെ നിന്ന് പാടിയിട്ട് അഴകാന രാജ്യത്തെ പാടിയിട്ട് പെട്ടെന്ന് ആ സ്ഥലത്തെത്തുമ്പോൾ വല്ലാത്തൊരു ഫീല് ഭയങ്കര ഒരു ഫീലാ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ വോയിസ് തന്നെ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ A.R. റഹ്മാൻ സാറിന്റെ ആ ഒരു മാജിക്കൽ കുറെ സ്ഥലത്ത് എന്താ പറയാ ആ ഒരു ട്യൂണില്ലേ ട്യൂണ് ഒരു രക്ഷയില്ല. അതിന്റെ കൂടെ തന്നെ ഹരിണി മേമാലും ശരി ജയപ്രകാശിന്റെ എനിക്ക് തോന്നുന്ന ആ ഒരു വോയിസ് ആണ് കുട്ടിയുടെ വോയിസ് ആണ് തോന്നുന്നത്. ഏകദേശം ഒരു 10 അങ്ങനത്തെ പ്രായം ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്കാണ് കുട്ടിയുടെ പൊസിഷനാ തോന്നുന്നത് ആ സമയത്ത് തന്നെ. അപ്പൊ ആൾറെഡി എന്താ പറയാ ഫുള്ള് സജീവമാണ് ഈ മൂവിയിലൊക്കെ. ശരിക്കും പറയുന്ന ഈ സോങ് ഇല്ലേ കംപ്ലീറ്റ്ലി ആ ഒരു ഡയറക്ടറിന്റെ വിഷ്വൽ ഇല്ലേ അത് അങ്ങോട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ഒരു സിനിമോട്ടോഗ്രാഫി ആയാലും വർക്ക് ആയാലും പിന്നെ അതിനോട് ആ ഒരു കോറിയോഗ്രാഫി എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അവസാനത്തെ ആ ഒരു പാവക്കൽ അതായത് ആ ഒരു ഗ്രാമ പശ്ചാത്തലമാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും വേറെ സംഭവങ്ങളൊന്നും അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ത്യൻ മൂവിയിൽ ടെലിഫോൺ മണി എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല. കാരണം അത് ഏകദേശം ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചേരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഫുൾ ഗ്രാമമാണ്. അപ്പൊ ഗ്രാമത്തിൽ എന്ത് കൊണ്ടുവരും അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്ത ആ ഒരു പാവ ഈ സംഭവങ്ങളില്ലേ അത് എന്താ പറയാ അത് നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ടാവും. വേറൊരു കാര്യമുണ്ട് ഈ പാവയുടെ റെഫറൻസ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്കിന്റെ സമയത്ത് സുകന്യ ഒരു സംഭവം ഇല്ലേ മറ്റേ ആ ഒരു പാവകളെ കാണിക്കുന്നില്ല അതിലും ഗ്രാമപശ്ചാത്തലം സമയത്ത് ഇത് ഇതിനകത്തൊരു ലൈനില്ല ആയിരം മീനുക്ക് അത് നമ്മളുടെ അയിലും ഇല്ലേ ഇല്ലേ അയിലൊരു സോങ്ങിൽ ആ സോങ്ങിലാ തോന്നുന്നത് എവിടെയും ഈ ആയിരം മീന് കണ്ണ് അത് തന്നെ അനിലല്ലേ അയിലല്ലടാ സോറി അയിലല്ല അനിൽ മൂവിൽ ആയിരം മീന് അദ്ദേഹം തന്നെയാണ് പാട്ട് എഴുതിയെന്ന് അറിയില്ലല്ലോ വൈരമുത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണെന്ന് അറിയില്ല. പക്ഷെ എന്താ പറയാ കുറെ സിമിലാരിറ്റീസ് കാണാൻ പറ്റൂട്ടോ പാട്ടുകളിലാണെങ്കിലും. ഇപ്പൊ ഓരോ സീൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അതിനകത്ത് നമ്മുടെ മറ്റേ പാട്ടുണ്ടായിരുന്നില്ലേ എന്താ പറയാ നമ്മുടെ ഓ സുകുമാരിയാണോ ഇല്ല അതായത് എല്ലാത്തിലും കുറെ സോങ്സ് ഉണ്ട്. അത് ഈ ഒരു ഡയറക്ടറിന്റെ പ്രത്യേകതയാണ്. ആ സോങ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടും. വിഷ്വലി റിച്ച്. അതായത് നമ്മളെപ്പോഴും പറയാനുണ്ട് ശങ്കർ പടത്തില് പാട്ടുകൾക്ക് നല്ല എക്സ്പെൻസ് ആവുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സംഭവം ഇതിന്റെ അകത്തും കാണാനുണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് അതായത് മനീഷ കൊയ്രാളയുടെ നല്ല നല്ല ആംഗിൾസ് ആയിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നു. പിന്നെ മനീഷ കൊയ്രാള നമുക്കറിയാലോ ലിറിക്സ് ഇല്ലേ ലിറിക്സ് നന്നായിട്ട് അഭിനയിച്ച് കാണിക്കും. ആ ലിറിക്സിനനുസരിച്ചിട്ട് തന്നെ ആ ഒരു എക്സ്പ്രഷനും കറക്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്ത്യൻ സോങ്ങിന്റെ അകത്തും ഉണ്ടായിരുന്നു ആ ഒരു സംഭവം. പിന്നെ അർജുന നമുക്കറിയാം അപ്പുറത്ത് ഹാരോൾഡ് ദാസ് നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഡിഫറെന്റ്. നമ്മള് അർജുൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിന്റെ അധികം മൂവീസ് കണ്ടിട്ടില്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്ക് ഡാനിയൽ അങ്ങനെ പിന്നെയാണെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ മരക്കാറിലും അങ്ങനെയുള്ള ഗസ്റ്റിൽ വരുന്ന സംഭവങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് കണ്ടോണ്ടിരിക്കുകയാണ്. ഹാരോൾഡ് ദാസിനെ കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ എന്താ പറയാ പുകഴന്തീനെ കാണുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സോങ്ങിന് ശേഷം എന്തായിരിക്കും സീൻ എന്നുള്ളത് നമുക്ക് എന്തായാലും കാണാം. അത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് സീൻ ആയിട്ട് നാളെ വരുന്നതായിരിക്കും.